നമ്മളിപ്പം എത്ര ഉയരത്തിലെത്തിയാലും കളിക്കൂട്ടുകാരെ മറക്കില്ല എന്നുള്ളതാണല്ലോ ഇവിടെ കാണുന്നില്ലേ. ശരിക്കും പറഞ്ഞ വലിയൊരു ആത്മബന്ധമാണ്. കാരണം 12ാമത്തെ വയസ്സിൽ ഞങ്ങളെല്ലാവരും വീട് വിട്ട് ജീവരാജ് സ്പോർട്സ് സ്കൂളിൽ പോയതാണ്. അപ്പം എന്താ പറയുന്നത്, ചെറുപ്രായത്തിൽ, അതായത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഷമവും പിന്നെ ഒന്നിച്ച് പഠിച്ചും ഒന്നിച്ച് കളിച്ചും വളർന്നപ്പോഴത്തേക്കും അത് എല്ലാവരും കൂടിയിട്ടൊരു കറക്റ്റ് ഒരു ബോണ്ടാവും. അത് എന്താ പറയുന്നത്, അത് ഒരുപക്ഷെ വേറൊരാൾക്കും മനസ്സിലാവാൻ പറ്റാത്തൊരു റിലേഷനാണിത്. അന്ന് ആ ഒരു 5 വർഷം ചെറുപ്പകാലത്ത് ആരുമില്ലാതെ അച്ഛനമ്മ ഇല്ലാണ്ട് കിടന്നപ്പോൾ എന്താ പറയുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും മൂട്ടയുടെ കടി കൊണ്ടും കൊതുകിൻ്റെ കടി കൊണ്ടും ഡോറില്ലാത്ത ബാത്റൂമിൽ പോയിട്ടൊക്കെ ഇരുന്ന് ജീവിച്ചാറ് ഞങ്ങൾ. അപ്പം ആ ഒരു ആത്മബന്ധം ഒരിക്കലും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കിട്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ആ ഒരു ബന്ധം എന്നും ജീവിതാവസാനം വരെ ഉണ്ടാവും. കളി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഞാനവരെല്ലാം വിളിച്ചായിരുന്നു. എന്താ പറയുന്നത്, ബസ്സിലിരുന്നിട്ടാണ് തോന്നുന്നു വിളിച്ചത്. കളി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഒളിമ്പിക്സിന് പോകുന്നതിന് മുമ്പേ ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ നമുക്ക് 17-ാം തീയതി ഗെറ്റ് ടുഗദർ വെക്കണം, ഈ ഒളിമ്പിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കളി നിർത്തുവാണ്. അപ്പം കളി തുടങ്ങിയത് ജീവരാജ് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കളി നിർത്തുമ്പോഴും അവരെൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അത് ചോദിക്കുന്നത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല. അതാണ് വ്യത്യാസം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്തിട്ടുള്ളതെന്ന് ഇതും മനസ്സിലായിട്ടില്ല. കാരണം ഓരോരുത്തരുടെ ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ അന്ന് ഫെലിസിറ്റേഷനിൽ എന്താ പറയുന്നത്, ഹോക്കി ഇന്ത്യ പറഞ്ഞ കാര്യങ്ങൾ, അവിടെ വന്ന സീനിയേഴ്സായിട്ടുള്ള പ്ലേയേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം പലപ്പോഴും ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് ഒരു ഡൗട്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട്. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കളിച്ച ഒരു കളിയും ഇന്നുവരെ ഞാൻ കളിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴാണോ എൻ്റെ ടീമിന് എൻ്റെ സപ്പോർട്ട് ആവശ്യം, അല്ലെങ്കിൽ എപ്പോഴാണോ ആ ടീമിനൊരു സേവ് ആവശ്യം, ആ സമയത്തെല്ലാം അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം. എന്താ പറയുന്നത്, ഇതുപോലെ വരിക എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു മെഡൽ വാങ്ങുക, അവസാനം ഒളിമ്പിക്സിൻ്റെ ക്ലോസിംഗ് സെറമണിയിൽ പതാക എന്തുക, അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പം ഹോക്കി ഇന്ത്യ ഒരു റിസപ്ഷൻ വയ്ക്കുക. അതും ഹോക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിടവാങ്ങൽ ചടങ്ങ് ഹോക്കി ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നത്. ഞാനൊരു മാജിക് വേൾഡിലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാം എൻ്റെ ജേഴ്സി ഇട്ടിട്ട് അവിടെ വരുന്നു. എനിക്ക് മാത്രം സെപ്പറേറ്റ് ജേഴ്സി തരുന്നു. സീനിയേഴ്സ്, ഒത്തിരി പഴയ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അജിത് പാൽ സാർ അടക്കമുള്ള പല സീനിയർ പ്ലേയേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അവർ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പം എന്താ പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊന്നും നടക്കുന്നത്. നമ്മൾ ആ റൂമിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കട്ടൗട്ട്സ് വെച്ചിരിക്കുന്നു, പല രീതിയിലുള്ളത് വെച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ദ ഗോഡ് ഓഫ് മോഡേൺ ഹോക്കി എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ഇത് ആ സ്ക്രീനിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അതിനേക്കാളും ഏറ്റവും വലിയ അഭിമാനം എൻ്റെ മക്കളും എൻ്റെ ഫാമിലിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം എന്താ പറയുന്നത്, ഇതെല്ലാം സ്വപ്നതുല്യമായിട്ടുള്ളൊരു യാത്രയേൽപ്പ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഒരു 11 വർഷമായിട്ട് ഭാര്യയും മക്കളൊക്കെ ഇവിടെ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് പറഞ്ഞാൽ അച്ഛനമ്മേനും കൂടിയാണ്. നമുക്ക് അത്രമാത്രം കണ്ടിന്യൂസ് ലൈഫില്ല. അപ്പം അതൊരു റീസൺ തന്നെയാണ് ഈ റിട്ടയർമെൻറ്റിൻ്റെ. ലൈഫിലും ജൂനിയർ ഹോക്കി ഇന്ത്യയുടെ കോച്ചാകണമെന്നുള്ളൊരു ഉത്തരവാദിത്വം മുന്നിലുണ്ട്. അത് ഏറ്റെടുക്കുമോ? അതോ ഹോക്കി ഇന്ത്യയോട് ഞാൻ ഡിമാൻഡ് ചെയ്തൊരു കാര്യം, എനിക്ക് എൻ്റെ ഫാമിലിനെ കൊണ്ടുവന്ന് അവിടെ താമസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ മാത്രമേ ഞാൻ ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് പോവുകയുള്ളൂ. കാരണം വീണ്ടും ഇതേ ലൈഫ് ജീവിക്കാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ പോകണം, വൈകിട്ട് ഗ്രൗണ്ടിൽ പോകണം എന്നാണെങ്കിൽ എനിക്ക് കളിച്ചാൽ മതിയായിരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഈ പോസ്റ്റിൻ്റെ മുകളിൽ കയറുന്നത്, ഗോൾ പോസ്റ്റിന് മുകളിൽ? ഇനിയൊരിക്കൽ ആ ഒരു ഗോൾ പോസ്റ്റിലേക്ക് ഒരു പ്ലെയർ എന്ന രീതിയിലേക്ക് ഞാൻ പോകുന്നില്ലല്ലോ. അപ്പം അവസാനമായിട്ട് വീണ്ടും ഞാൻ ചെയ്ത രീതിയിൽ തന്നെ ഒന്നോടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ചെയ്തതും. എന്താ പറയുക, അപ്പോഴും ആണ് അതിനും ഒരു ഐക്കോണിക് മൊമെൻ്റ് ഉണ്ട്. കാരണം ആ പോസ്റ്റിൻ്റെ മുകളിലിരിക്കുമ്പോഴും എൻ്റെ ടീം മെമ്പേഴ്സ് വന്നിട്ട് എൻ്റെ മുമ്പിൽ ബോ ചെയ്യുന്നൊരു സീനുണ്ട്. അതെന്താ പറയുക, അതൊരു പിക്ചറായിട്ട് എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് PTA അതൊരു ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്. അതിനേക്കാളും വലിയൊരു മൊമെൻറ്റ് ജീവിതത്തിൽ കിട്ടാനില്ല. ജയിച്ചു കഴിഞ്ഞ ശേഷം ഒരു സിഗ്നേച്ചർ ഇത് കാണിക്കുമല്ലോ, ആക്ഷൻ. അതുപോലെ ഹോക്കിയിൽ ഒരു സിഗ്നേച്ചർ ആക്ഷനിലൂടെയാണ് ശ്രീജേഷ് സ്റ്റിക്ക് താഴെ വെക്കുന്നത്. ആ സ്റ്റിക്ക് താഴെ വെക്കുന്നത് ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് വലിയ പ്രതീക്ഷയാണ്. എല്ലാവർക്കും വേണ്ടി, അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു കാര്യം ജീവിച്ച് കാണിക്കുക. എന്താണ് വേണ്ടത് എന്നുള്ളത് ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് അന്ന് അവിടെ നിന്ന് ആ സ്റ്റിക്ക് താഴെ വെച്ച് തിരിച്ചു വന്നത്. JV രാജ സ്കൂളിൽ നിന്ന് ഹോക്കി സ്റ്റിക്ക് എടുത്ത് ഇന്ന് ഇന്ത്യയുടെ ആധുനിക ഹോക്കിയുടെ ദൈവമായിട്ട് വന്നപ്പോഴും ഒപ്പം നിർത്തുന്നത് ആ കളിക്കൂട്ടുകാരെയാണ്. അവരാണിന്ന് ആ സന്തോഷം പങ്കിടാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് ശ്രീജേഷ് പോവുകയാണ്. അതിനുള്ള എല്ലാ ആശംസകളുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാം ഹാപ്പി അല്ലേ? ഈ സന്തോഷ പ്രകടനമാണ് ശ്രീജേഷിൻ്റെ ശക്തി. ഇനിയും അങ്ങോട്ടുള്ളതും. മനോജ് മാളശ്ശേരിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.